നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഒന്ന് ഊഞ്ഞേരി. ശ്രീയോടി ജാന്റെ നെഞ്ചിലേക്ക് വീണ് ആർത്തലച്ച് കരഞ്ഞു. അത് പ്രതീക്ഷിച്ചെന്ന പോലെ ജാൻ ശ്രീയെ തന്നെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് തലയിലൂടെ തടവി സമാധാനിപ്പിച്ചു. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, അവിടുന്ന് ആൾക്കാരൊക്കെ ഒരു ഞെട്ടിലോടെ അവരെ തുറിച്ചു നോക്കി. ഡോക്ടറുടെ വേണ്ടപ്പെട്ട ആർക്കും എന്തോ സംഭവിച്ച പോലെ തോന്നി എല്ലാവർക്കും. ആരൊക്കെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും സ്ത്രീയെ പൊതിഞ്ഞു പിടിച്ച വേഗത്തിൽ പുറത്തേക്ക് പോയി. കാർ പോർച്ചിലെത്തിയിട്ടും ശ്രീ ജാന്റെ നെഞ്ചിൽ തന്നെയായിരുന്നു. ഹോസ്പിറ്റൽ പുറത്ത് സ്ത്രീയെ കാത്തു നിൽക്കുമ്പോൾ ഒരു മടിയോടെ തന്നെ കിരൺ ഭദ്രയെക്കുറിച്ചും നീലാംബരിയെക്കുറിച്ചും ജാനോട് പറഞ്ഞിരുന്നു. അപ്പോഴൊരു വാക്ക് പോലും മിണ്ടാതെ ജാൻ മൗനം പാലിച്ചു. ഉണ്ണിക്കുട്ട, നീ എന്തിനാ ടീച്ചറെ കാണാൻ വന്ന്? നിനക്കറിയോ നീലാംബരിയും ഭദ്രയും ആരാന്ന്? അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി ശ്രീ ചോദിക്കുമ്പോൾ ജാൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ശ്രീയമ്മ, അവനോട് ഞാനെല്ലാം പറഞ്ഞു. കൂടുതൽ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ശോഭന ടീച്ചർ എന്താ പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് സംസാരിക്കാം. അപ്പോഴും കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ കിരണിനുണ്ടായിരുന്നില്ല. നീലാംബരിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുമായി അവൻ അപ്പോഴും അതീവ ദുഃഖത്തിലായിരുന്നു. കിരൺ മോനു, നമുക്ക് തെറ്റുപറ്റിയടാ. ഇവന് നേരത്തെ എല്ലാം അറിയായിരുന്നു. നീലാംബരി ആരാന്ന് നിനക്ക് അറിയോ കിരൺ? നിന്റെ ചോരയാണ് അവള്, നമ്മുടെ ചോര. നിന്റെ പെങ്ങളാണ് അവള്, സാധേട്ടന്റെ ചോര, സ്വന്തം മകള്. എന്റെ ഏട്ടലിന് മാത്രം ജന്മം നൽകിയ നമ്മുടെ കുട്ടികളാ നീലാംബരി. ഉറക്കെ പൊട്ടിക്കറഞ്ഞുകൊണ്ട് സ്ത്രീ പറയുമ്പോൾ കണ്ണു നിറച്ച് രണ്ട് ചുവട് പിന്നിലേക്ക് പോയി കാറിലിടിച്ച് നിന്നു കിരൺ. ജാൻ നോക്കിയത് അവനെ തന്നെയാണ്. ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത എന്തോ കേട്ട പോലെ കിരൺ തറഞ്ഞു നിൽക്കുമ്പോൾ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് ശ്രീ ജാനെ നോക്കി. ഉണ്ണിക്കുട്ട, പറ, നീ എങ്ങനെയല്ല അറിഞ്ഞ് പറ. ഒരു ദീർഘനിശ്വാസം എടുത്ത് ജാൻ പറഞ്ഞു തുടങ്ങി. മമ്മ, എനിക്കൊന്ന് ആക്സിഡന്റ് ആയത് ഓർക്കുന്നുണ്ടോ? അന്ന് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ക്യാറ്റ് സെക്യൂരിറ്റി ഏജൻസിയിലെ ഗൗതമിന്റെ കാര്യം? എനിക്ക് ആക്സിഡന്റ് പറ്റിയ സെയിം ടൈം തന്നെയാണ് അവന് ആക്സിഡന്റ് ആയത്. പക്ഷെ റിക്കവറായ ഉടനെ തന്നെ ഏൽപ്പിച്ച വർക്ക് പൂർത്തിയാക്കാൻ ഗൗതം അന്വേഷിച്ചിറങ്ങി. ഞാൻ UK യിലായിരിക്കുമ്പോഴാണ് ആ മറ്റേ മോൻ കാലി മെന്റൽ ഹോസ്പിറ്റലിൽ ചാടി വരാൻ ഞാൻ അറിയുന്നത്. ദാറ്റ് ബാസ്റ്റഡ് ഇത്രയും ദിവസം ആഫ്രിക്കയിലുള്ള ഒരു ഐലൻഡിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. അവിടെയുള്ള ആരെയും അവൻ കൊന്നിട്ടാണ് നാട്ടിലെത്തിയത്. കേസും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവന്റെ തന്ത വലിയ നമ്പൂരി അവനെ മെന്റൽ ഹോസ്പിറ്റലിലെ സെല്ലിലേക്ക് തള്ളി. ഹോസ്പിറ്റൽ സ്റ്റാഫിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം അവൻ മതിലിയാടി. ഈ വിവരം ഗൗതമാണ് എന്നെ വിളിച്ചറിയിച്ചത്. സെല്ലിനുള്ളിലെ ചുമരിൽ മുഴുവൻ എന്നെ എഴുതി വെച്ചത് നീലാംബരി എന്ന പേരായിരുന്നു. മമ്മ, പിന്നെ ഒരൊറ്റ നിമിഷം പോലും എനിക്ക് UK യിൽ നിൽക്കാൻ പറ്റുമായിരുന്നില്ല. നീലാംബരിയുടെ തറവാട്ടിലെത്താൻ വേണ്ടിയാ അന്ന് രാത്രി എന്നെ UK യിൽ നിന്ന് പ്രൈവറ്റ് ജെറ്റിൽ ഞാൻ നാട്ടിലെത്തിയത്. ലൂക്ക് അയച്ചെന്ന ലൊക്കേഷൻ നോക്കി ഞാൻ വരുമ്പോഴാണ് മറ്റൊരു ലൊക്കേഷൻ എനിക്ക് ഗൗതം അയച്ചിരുന്നു. ഒപ്പം അവന് കൂടെ വർക്ക് ചെയ്യുന്ന 2 ഗാർഡ്സും എന്നെ കാണാൻ വന്നു. അച്ഛൻ തങ്ങിയ ഹോട്ടലിലെ മാനേജറുടെ ഡ്രൈവറാണ് ഗൗതമിന് അഡ്രസ്സ് കൊടുത്ത്. അപ്പച്ചൻ ആ ഡ്രൈവറെ ഡ്രോപ്പ് ചെയ്തിരുന്ന ആ തറവാട്, അതിന്റെ ലൊക്കേഷൻ ഗൗതം അഡ്രസ്സിൽ നേരിട്ട് പോയ ശേഷം അവിടെ നിന്നുകൊണ്ട് എനിക്ക് ആ ലൊക്കേഷൻ ഷെയർ ചെയ്തു. നാദങ്ങൾ അവസാനമായിട്ട് ഏറെക്കാലം തങ്ങിയതും അതേ സ്ഥലം തന്നെയായിരുന്നു. ആദ്യം നീലാംബരിയുടെ വീട്ടിൽ പോണോ അതോ ഈ ലൊക്കേഷനിൽ പോണോ എന്നൊരു കൺഫ്യൂഷൻ ഇരിക്കുമ്പോഴാണ് രണ്ടും ഒരു അഡ്രസ്സാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. നീലാംബരിയുടെ വീട്ടിൽ ഞാൻ ആദ്യം കാലുത്തുമ്പോൾ ഇന്ന് ഉച്ചക്ക് നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ച അതേ മെന്റൽ പ്രഷറിലാണ് ഞാൻ ആ വീട്ടിലിരുന്ന്. ആക്ച്വലി എനിക്ക് ആരോടും സംസാരിക്കാൻ കൂടി തോന്നിയില്ല. ഒന്നും മിണ്ടാതെ കിരണിനോടൊപ്പം ഞാൻ തിരികെ വന്നു. ലൂക്കയും കിരണിനെയും ഹോട്ടലാക്കി ഞാൻ തിരികെ എറണാകുളത്തേക്ക് തന്നെ വന്നു. നേരെ പോയത് ഇവരുടെ അടുത്തേക്കാ, ശോഭന ടീച്ചറുടെ അടുത്തേക്ക്. നീലാംബരി പറഞ്ഞ കഥകളിൽ ഞാൻ ഈ പേരൊത്തിരി കേട്ടിട്ടുണ്ട്. സോ എൻ്റെ ആകെയുള്ള ഹോപ്പ് അവരായിരുന്നു. ഞാൻ നീലാംബരി വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് അവരോട് പറയുമ്പോൾ അവരൊരിക്കലും കരുതിയില്ല നാദ പാരൽസുമായും നാദുമേനോനുമായും എനിക്ക് ഇത്രയധികം അടുപ്പമുണ്ടെന്ന്. മേനോൻസ് എന്ന ഹോസ്പിറ്റലിലെ നമ്മുടെ ഓഫീസിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ റിലേറ്റീവ്സ് ആണ്. നീലാംബരി പറഞ്ഞോ മറ്റോ അവർക്കറിയാം. കൂടുതൽ വിശദീകരിക്കാൻ ഞാനും നിന്നില്ല. നാദുമേനോനും നീലാംബരിയുടെ തറവാടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആദ്യമൊന്നും അവർ പറയാൻ കൂട്ടാക്കിയില്ല. അത് പറയാൻ നിലയുടെ കഴുത്തിൽ ഞാൻ താലികെട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. കൂടുതലൊന്നും വിട്ടുപറയാതെ ആ സ്ത്രീ അവസാനം വന്നിന്ന് ശിവനാഥ് മേനോനിലെ രാമഭദ്രമേനോനിലാണെന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ പിന്നീടൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറഞ്ഞ അവരെയും നീലാംബരി ആരോ കൊല്ലുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പണ്ടെപ്പോഴോ ഒളിപ്പിച്ചു വെച്ച ഡാഡിയുടെ നേർക്കുള്ള ഓരോ ന്യൂസും അവരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ പറഞ്ഞ സ്ത്രീ ഉൾപ്പെടെ ഒരു മിസ്റ്ററിയാണ് മമ്മ. അങ്കിളിന്റെ കൊലയാളി ആ തറവാട്ടിൽ തന്നെയുണ്ട്. ഭദ്ര എന്ന അമ്മയുടെ ഗർഭം കാര്യസ്ഥനിൽ കെട്ടിവെച്ച് ഭദ്രാമയെ ഒരു മനോരോഗിയാക്കി അവസാനം കാര്യസ്ഥനെയും കൊന്നുകളഞ്ഞ കൊലയാളികൾ ആ വീട്ടിലുള്ളവർ തന്നെയാവാം. ആ തറവാടും സ്വത്തും മോയിസ് പണ്ടുകാലത്ത് അവർ ചെയ്തു പോയൊരു കൊലപാതകമാവാം നമ്മുടെ അങ്കിളുടേത്. ജാൻ പറഞ്ഞെത്തിയ നിമിഷം ശ്രീ സംസാരിച്ചു തുടങ്ങി. ഇല്ല ഉണ്ണിക്കുട്ട,
ശിവൻ എന്ന ആ പേര് ശിവേട്ടൻ ഉദ്ദേശിച്ച് തന്നെയാ ടീച്ചർ പറഞ്ഞ്. കാരണം ഇന്ന് ടീച്ചറെ കാണാൻ ശിവേട്ടൻ ഇവിടെ വന്നിരുന്നു. നീലാംബരിയുടെ ടീച്ചറമ്മ ശോഭന ടീച്ചറാണെന്ന് ശിവേട്ടൻ അറിയില്ലായിരുന്നിരിക്കാം. പക്ഷെ ടീച്ചർ ഞങ്ങൾ കണ്ടു. അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ നിമിഷം ശിവേട്ടനിൽ നിന്നുണ്ടായ വെപ്രാളം ഞാൻ നേരിട്ട് കണ്ടതാ. ശിവേട്ടന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. ഇപ്പൊ കൂടി ഇവിടേക്ക് വരും മുമ്പ് ടീച്ചറെ കാണാനാണ് ഞാൻ വരുന്നതെന്ന് അറിയാവുന്ന ഏക വ്യക്തിയും ശിവേട്ടനാ. ആക്സിഡന്റായി റോഡിൽ കിടക്കുമ്പോഴും ഒരു കാറിൽ നിന്ന് ശിവേട്ടൻ ടീച്ചറെ നോക്കുന്നുണ്ടായിരുന്നു എന്ന് ടീച്ചർ ഇപ്പൊ കൂടി എന്നോട് പറഞ്ഞതാ. ശിവേട്ടനും ഞാനും തമ്മിൽ എന്ത് ബന്ധാണെന്ന് ടീച്ചർക്ക് അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും എന്നോട് ഈ തുറന്നു പറച്ചിൽ നടത്തില്ലായിരുന്നു. ശിവേട്ടൻ ശരിക്കും കിരണിന്റെ വിവാഹം ക്ഷണിക്കാനും അവരെ മാൻഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ടീച്ചർ കാണാൻ വന്ന്. പക്ഷെ ടീച്ചർ കരുതിയത് അവർ ഇത്രയും കാലം ശിവേട്ടൻ നിരീക്ഷിച്ചിരുന്നു എന്നാ. അതീവ ദുഃഖത്തോടെ ശ്രീ പാർവതി പറയുമ്പോൾ ജാൻ അവർക്ക് നേരെ അലറി. സ്റ്റോപ്പ് ഇറ്റ് മമ്മ. ശിവേട്ടൻ ശിവേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഡാനാണെങ്കിൽ കൊലയാളി എന്നാണോ? ആണോ? പിന്നെ പിന്നെ എന്താണ് ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടത്? അവര് നേരിട്ട് കണ്ടതല്ലേ? ശിവൻ എന്ന പേര് അവർ വിളിച്ചല്ലേ? ഇന്ന് തന്നെ അവർക്ക് ആക്സിഡന്റ് ഉണ്ടായില്ലേ? നാദേട്ട് നീലാംബരിയുടെ തറവാട്ടിൽ ഉണ്ടായിരുന്ന വർഷം കണക്കൂട്ടി നോക്കിയാ ആ സമയത്ത് ശിവേട്ടൻ നാട്ടിലില്ലായിരുന്നു. ബിസിനസ് ആവശ്യത്തിന് എപ്പോഴും ഓരോ യാത്രകളായിരിക്കും. ഹോസ്പിറ്റലിൽ ഏറ്റെടുത്ത സമയമായതുകൊണ്ട് ഞാനും ഒന്നൊക്കെ തിരക്കിലായിരുന്നു. ഇനി ശിവേട്ടന് അബദ്ധം പോലും പറ്റിയതാവും. നാദേട്ടിന് കാണാതായപ്പോ അന്നൊക്കെ മാനസികമായിട്ട് തകർന്ന് ശിവേട്ടൻ നടന്നിരുന്ന് പറ്റിപ്പോയ കയ്യബദ്ധം ഓർത്തിട്ടാണോ ഇനി? ശ്രീ ഉറക്കെ കരഞ്ഞു. കിരൺ മുന്നോട്ട് വന്ന് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. ശ്രീയമ്മ വേണ്ട, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ശിവയങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാനും വിശ്വസിക്കുകയില്ല. ഒരുപക്ഷെ നമ്മളാരും അറിയാതെ ശിവയങ്ങൾ അവിടെ പോയിരുന്നിരിക്കാം. നാഥന്റെയും പ്രേംസാറിന്റെയും കൂട്ടുകാരൻ ശിവൻ തന്നെ ആയിരുന്നിരിക്കാം. നീലാംബരിയുടെ പിതൃത്വ രാമാനുജൻ എന്ന കാര്യസ്ഥന് മേൽ ചാർത്തിയ പോലെ നാഥന്റെ കൊലപാതകവും ഒരുപക്ഷെ ശിവന്റെ തലയിൽ അവൻ ചാർത്തി കൊടുത്തായിരിക്കാം. അച്ഛൻ ഒരുപക്ഷെ ഇതൊക്കെ അന്വേഷിച്ചു പോയി പ്രേമസാറിനെ കണ്ടുമുട്ടിയിരിക്കാം. കാര്യങ്ങളെല്ലാം പുറത്തറിയുന്നതായപ്പോ അവിടെയുള്ളവർ തന്നെ പ്രേമസാറിനെയും അച്ഛനെ അപകടപ്പെടുത്തിയതായിരിക്കാം. എന്നാലും ശിവയങ്ങൾ ഒരിക്കലും സ്വന്തം അച്ഛനെ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ല. പിന്നൊരു കാര്യം, നീലാംബരിയുടെ തറവാട്ടിലുള്ളവർക്ക് ഒരു കൊലപാതകം ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. എനിക്ക് സംശയം ആ കാലകേന്റെ അച്ഛൻ വലിയ നമ്പൂതിരിയാണ്. അയാളുടെ പിൻബലത്തിൽ ചിലപ്പോൾ തറവാട്ടിലുള്ളവർ കൂട്ടുന്നതാവാം. ഭദ്രാമ ഉൾപ്പെടെ തറവാട്ടിലുള്ളവർ ആരും ഇനി വായ തുറക്കാൻ തോന്നില്ല. തറവാട്ടിലുള്ളവർക്ക് പിടിക്കപ്പെടുമെന്നുള്ള ഭയവും ഭദ്രാമയ്ക്കും ശോഭന ടീച്ചർക്കും വേണ്ടപ്പെട്ടവർ ഇനിയും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവുമാണ്. അതുകൊണ്ടായിരിക്കാം കാര്യങ്ങളൊന്നും ഇതുവരെയും പുറലോകം അറിയാത്തത്. ആദ്യം ശോഭന ടീച്ചറും നേരെ ആവട്ടെ. ശിവയങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി നമുക്ക് എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. സ്വത്ത് മോഹിച്ച് ശിവയങ്ങൾ അച്ഛനെ കൊലപ്പെടുത്തിയെങ്കിൽ ഒരിക്കലും എന്റെ പേരിൽ നാദപ്പായൽസ് അദ്ദേഹം തുടങ്ങില്ലായിരുന്നു. കൂടാതെ ഞാൻ ഈ ഭൂലോകത്ത് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. എന്റെ അച്ഛനെ കൊലയാൻ ധൈര്യമുള്ള അങ്കിളിന് എന്നെ കൊല്ലാനാണോ പ്രയാസം? കിരൺ ഇതൊക്കെ പറയുമ്പോഴും ശ്രീ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടെല്ലാം കേട്ടു നിന്നു. പക്ഷെ ജാന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. കൊലയാളി ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നിന്നെയും നീലാംബരെയും തേടി വരും. കിരൺ തന്നെയും ശ്രീനങ്ങളുടെയും നേർക്കുള്ള ആക്സിഡന്റ് ഉൾപ്പെടെ അവൻ ചിന്തിച്ചു. തങ്ങൾക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്ന കൊലയാളി ഒരു പക്ഷേ തങ്ങൾക്കറിയുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കാം. ഫാമിലിക്ക് പുറത്തായി തങ്ങൾക്ക് പരിചയമുള്ള ഓരോ മുഖങ്ങളും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. തന്റെ ഡാഡിയുടെ കൂടെ വർഷങ്ങളായി വിശ്വസ്തരായി ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി വേണു, പേഴ്സണൽ സെക്രട്ടറി വിക്രം, മാൻഷനിലെ ഡ്രൈവർ മധു, മാൻഷനിലെ കുക്കും ശിവനാഥ് പഴയ സുഹൃത്തുമായ സ്റ്റീഫൻ, അങ്ങനെ ഉണ്ണിക്കുട്ട. ശ്രീയുടെ ആ വിളിയാണ് ജാന ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. എനിക്ക് എന്റെ കുട്ടിയെ കാണണം, എന്റെ നീലാംബരി മോള്. ജാനൊന്ന് ചിരിച്ചു. അവരവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അമ്മ, എനിക്ക് അവളോട് എല്ലാം പറയണം മോനെ. എന്റെ ചോരയാ നീയെന്ന് എനിക്ക് അവളോട് പറയണം. നിന്റെ അച്ഛൻ രാമാനുജനല്ലെന്നും നിന്റെ അച്ഛൻ നാഥുമേനോനാണെന്ന് എനിക്ക് അവളോട് പറയണം. നോ മാമ, ഇപ്പൊ പറയുന്ന അവളുടെ ജീവൻ അപകടം ഉണ്ടാക്കും. അവളുടെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും അറിഞ്ഞ പിന്നെ കരഞ്ഞു പിഴിഞ്ഞ് അതിൽ തൂങ്ങി നടക്കും. കിരൺ പറഞ്ഞ പോലെ മറ്റാരെങ്കിലും ആണ് അങ്കിളിന്റെ കൊലപാതകമെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കും വരേക്കും നീലാംബരിയെ ഹൈഡ് ചെയ്ത് നിർത്തേണ്ട അത്യാവശ്യമാണ്. തൽക്കാലം അവൾ രാമാനുജന്റെ മകളായി തന്നെ തുടരട്ടെ. വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്ന അവന്റെ സ്വരത്തിൽ. പക്ഷേ മോനു, അവൾക്കറിയാം അവളുടെ അച്ഛൻ രാമാനുജനല്ലെന്ന്. ആയിരിക്കാം, പക്ഷെ അത് അവൾ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛന്റെ പേര് മാറ്റി പറയുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അതുകൊണ്ടാവും അവളെല്ലാം മറച്ചു പിടിക്കുന്നത്. അച്ഛൻ ആരാണെന്ന് അറിയാത്തൊരു കുട്ടിയാകുമ്പോൾ അതിൻ്റെതായ മാനസിക ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിക്കുന്നുണ്ടാവും. അവിടെ ആ കുറവുകളൊക്കെ നികത്തേണ്ടത് നമ്മളാണ്. സമയം വരുമ്പോൾ നമുക്കതെല്ലാം അവൾ അറിയിക്കാം. അപ്പോ നമ്മൾ ഇന്നലെ ഷൂട്ടിന് പോയപ്പോ അവൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ ഇങ്ങനെ ചാടിയിട്ടിരുന്ന്? കിരണ് തലേദിവസത്തെ ജാന്റെ പ്രകടനം ഓർമ്മ വന്നു. അവളെന്റെ ആരാണെന്ന് അറിഞ്ഞ ശേഷം അവളെ കണ്ടപ്പോൾ എനിക്ക് അവളോട് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാതെ പോയി. ആ കണ്ണിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ കുടുംബത്തിൽ ജീവിക്കേണ്ട ഒരു പെൺകുട്ടി ഇത്രയും പേടി പാടില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ ഭദ്രാമ പറഞ്ഞു കേട്ട ശേഷം അത് ഞാനങ്ങ് സോൾവ് ചെയ്ത്. അത് പറയുമ്പോൾ ജാന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരിയായിരുന്നു. തന്റെ മുറപ്പെണ്ണ എന്നുള്ള അധികാരത്തിൽ അവളെ ചേർത്ത് പിടിച്ച നിമിഷങ്ങൾ അവന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്തൊരു കുളിർ അവനിൽ പടരുന്നത് ജാൻ അറിഞ്ഞു. ഓഹോ, മഴ നനഞ്ഞുകൊണ്ട് പാതിരാത്രി നീ കാരവാനിൽ കയറി വന്നപ്പോഴെനിക്ക് മനസ്സിലായി നീ സോൾവ് ചെയ്യാൻ പോയതാണെന്ന്.
ജാനൊന്ന് ചിരിച്ചുകൊണ്ട് കുറെ വട്ടം നിന്നങ്ങ് തുമ്മി. മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആവും അല്ലേ? കിരൺ കളിയാക്കും പോലെ ചോദിച്ചു. പനിയടാ, മാറും. നെറ്റിയൊഴിഞ്ഞുകൊണ്ട് ജാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഒട്ടും തന്നെ ക്ഷമയില്ലാതെ ശ്രീ ഫോൺ കയ്യിലെടുത്ത് നീലാംബരിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. പലവട്ടം വിളിച്ചിട്ടും ഫോൺ എടുക്കാതെയായപ്പോൾ അവർ കാവ്യയെ വിളിച്ചു. അപ്പോഴാണ് താൻ മാത്രമാണ് തിരികെ മാൻഷനിലേക്ക് വരുന്നുള്ള വിവരം കാവ്യ പറയുന്നത്. വിവരമറിഞ്ഞ ജാൻ വേഗം ബോഡി ഗാർഡ്സിനെ വിളിക്കുമ്പോൾ അവരും ജാൻ പറഞ്ഞ പ്രകാരം മധുവിന്റെ കാർ ഫോളോ ചെയ്യുകയാണെന്ന് അറിയിച്ചു. ഡ്രൈവർ മധു ഉൾപ്പെടെ സംശയിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിലുള്ളതുകൊണ്ട് ജാൻ അവരോട് തിരികെ പോകാൻ ആവശ്യപ്പെട്ടില്ല. മാമ, ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം, നിങ്ങൾ മാൻഷനിലേക്ക് പോയിക്കോ. ഞാൻ കൂടി വരാം. നോ കിരൺ, നാളെ കഴിഞ്ഞാൽ നിന്റെ മാരേജ് ആണ്. സോ നീ പോക്കോ. എന്താടാ, പേടിയാണോ എന്നെ ആരെങ്കിലും തട്ടിക്കളയുന്നു? അതിന് ബദലായി ജാൻ അവനെ കൂർപ്പിച്ച് നോക്കി. അതിനീ ജാൻ ചാവണം കേട്ടോടാ. ഒരു ചിരിയോടെ കിരൺ സ്ത്രീയെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറ്റിയിരുത്തി. അപ്പോഴും തോരാത്ത അവരുടെ കണ്ണുകളിലേക്ക് ജാൻ അലിവോടെ നോക്കി നിന്നു. ശേഷം കയ്യിൽ കെട്ടിയിരുന്ന സ്മാർട്ട് വാച്ചിലേക്ക് നോക്കി. സമയം 6 മണി കഴിഞ്ഞു. ചവിട്ടി വിട്ടാൽ 11 മണിക്ക് തറവാട്ടിലെത്താമെന്ന് അവൻ ഓർത്തു. അവന്റെ മെഴ്സിഡൻസ് ബെൻസ് ജി ക്ലാസ് തറവാട് ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. അമ്മ. കാവിൽ വിളക്ക് തെളിച്ച ശേഷം ഭദ്ര കിടക്കുന്ന മുറിയിൽ വന്നാണ് നില. കണ്ണുകളടച്ച് കട്ടിൽ ചാരിയിരിക്കുന്ന ഭദ്രയുടെ അടുത്തായിരുന്നു നീലാംബരി. കാലി ശരിയാവും വരെ മുകളിലേക്ക് ഇനി പോവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭാർഗവൻ നായരുടെ മുറിക്കടുത്തുള്ള മറ്റൊരു മുറിയിലാണ് ഭദ്ര കിടക്കുന്നത്. അമ്മ ഉറങ്ങുകയാണോ? വെറുതെ കണ്ണടഞ്ഞേ ഉള്ളൂ. കാവ്യമോള് പോയതിൽ വിഷമമുണ്ടോ ഊട്ടിക്ക്? പതിഞ്ഞ സ്വരത്തിൽ ഭദ്ര നീലാംബരിയോട് ചോദിച്ചു. ചെറുതായിട്ട്. സാരമില്ലമ്മ, മറ്റന്നാൾ വെളുപ്പിന് ഞാൻ പോകും. ഉച്ചക്കുള്ള കല്യാണം കൂടി വൈകിട്ട് ഞാൻ തിരികെ വരും. അമ്മയ്ക്ക് വേദനയുണ്ടോ? ഭദ്രയുടെ കാലിൽ ചെറുതായി ഒന്ന് തഴുകിയവൾ ചോദിച്ചു. ഇപ്പൊ ഇല്ല, വേദന മാറാൻ ഗുളിക കഴിച്ചു. അമ്മ കാരണം മോളുടെ വിവാഹം ഒന്ന് മാറ്റി വെക്കേണ്ട കേട്ടോ. ഉണ്ണിക്കുട്ടനോട് പറയണം അമ്മക്ക് വിവാഹം കൂടിയില്ലെങ്കിലും സങ്കടമൊന്നും ഇല്ലാന്ന്. അതിനേക്കാൾ വിഷമ വിവാഹം നീണ്ടുപോകുന്നു. എത്രയും പെട്ടെന്ന് മോളെ അവനെ ഏൽപ്പിക്കണം. അതിലും വലിയ മോഹമൊന്നും ഈ അമ്മയ്ക്കില്ല കുട്ടി. തടസ്സങ്ങൾ വരുമ്പോൾ ഉള്ളിൽ തീയാ മോളെ, സഹിക്കണില്ല. നീല ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നടക്കേണ്ട സമയത്തെല്ലാം നടക്കും. അങ്ങനെയാ ഈ നീലാമ്പയുടെ ജീവിതത്തിൽ ഓരോന്നും നടക്കാറുള്ളത്. മുൻകൂട്ടി നിശ്ചയിക്കാതെ കണക്കൂട്ടലുകൾക്ക് ഇടം തരാതെ വിധി എനിക്ക് അത്ഭുതങ്ങൾ സമ്മാനിക്കുക. എനിക്കിപ്പോൾ ഒന്ന് ഓർത്ത് വിഷമിക്കാൻ വയ്യമ്മ. ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുക. എന്തുണ്ടായാലും ഉണ്ണിയേട്ടെന്നെ കൈവിടില്ലായിരിക്കും. അമ്മയും എല്ലാം മറക്കണം. പഴയ കാര്യങ്ങൾ ചോദിച്ച് പുറകെ നടന്ന് ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മേ. ഇനി ഞാനൊന്നും ചോദിക്കില്ല. അല്ലേ തന്നെ ഇനി എന്താ ചോദിക്കാനുള്ളല്ലേ? എല്ലാം അറിഞ്ഞില്ലേ? നീലാംബരിയുടെ വാക്കുകൾ കേട്ട് ഭദ്ര ഒരു ദീർഘശ്വാസം എടുത്തു. ഭദ്രയുടെ തോളിൽ തലയായിച്ചുകൊണ്ട് അവളും കട്ടിൽ ചാരി കാല് നീട്ടിയിരുന്നു. നീലാംബരി പതിയെ പറഞ്ഞു തുടങ്ങി തൻ്റെ അമ്മ അറിയേണ്ട ഒരു കുഞ്ഞു കാര്യം. നാഥ പാരൽസ് വലുതാ, എന്ത് ഭംഗിയാണെന്നറിയോ? താജ്മഹൽ പോലൊരു വിസ്മയം. പക്ഷെ മൊത്തം ഗ്ലാസ്സാ. തൻ്റെ പ്രാണന് വേണ്ടി അച്ഛൻ കണ്ട സ്വപ്നം. എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു അത്. ഉണ്ണിയേട്ടൻ്റെ അച്ഛനാ ആ സ്വപ്നങ്ങളൊക്കെ അതുപോലെ സാക്ഷാത്കരിച്ച്. അമ്മയ്ക്കറിയോ നമ്മുടെ വസ്ത്രങ്ങളുടെ ബ്രാൻഡ് നെയിം എന്താണെന്ന്? NNB, നാഥാൻ പത്ര. ഭദ്രയുടെ കൈകളിൽ കോർത്തു പിടിച്ചിരുന്ന നീലാംബരിയുടെ കൈകളിലേക്ക് 2 തുള്ളി കണ്ണുനീർ വീണു. അവൾ അറിഞ്ഞു തൻ്റെ അമ്മ കരയുകയാണ്. പക്ഷെ അമ്മ അറിയണം അച്ഛൻ അമ്മയ്ക്ക് ഒരുക്കി വെച്ചിരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. നീലാംബരിയുടെ സംസാരങ്ങൾ ഇഷ്ടമില്ലാതെ വരുമ്പോൾ സാധാരണ ഭദ്ര അവളെ തടയാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ നീലാംബരിയുടെ തലയിൽ തലയേർത്തിരുന്ന് എതിർക്കാതെ തടയാതെ ഭദ്രയെല്ലാം കേട്ടു. മനസ്സിൽ ഒരുവന്റെ മുഖം തെളിഞ്ഞ നിമിഷം അവർ കണ്ണുകൾ അടച്ചു പിടിച്ചു. ഷർട്ടും പാൻറ്റുമാണ് എപ്പോഴും ധരിക്കാറ്. വെളുത്തു ഉയരമുള്ള ഉറച്ച ശരീരം. ഷർട്ടിന് പുറമെ ഒരു ജാക്കറ്റും ഉണ്ടാവും. കഴുത്തിൽ തൂക്കിയിട്ട് ഒരു ക്യാമറ, പൊക്കമുള്ള ഷൂ. അടുത്തു വരുമ്പോൾ വല്ലാത്തൊരു മണം. ആ കണ്ണുകൾ, തിളങ്ങുന്ന വെള്ളാരം കണ്ണുകൾ. എവിടെ നിന്നാലും അവിടെ ചാരിന്നുകൊണ്ട് പുഞ്ചിരിയോടെ തലയിരിച്ചുകൊണ്ട് നോക്കി നിൽക്കും. ഒന്ന് കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രമേൽ സുന്ദരൻ.
കാതിലായി പാടിയ ശേഷം ചോദിക്കും, ഭദ്ര പോരുന്നോ? കൊണ്ടുപോട്ടെ ഞാൻ. എന്റെയായി, എന്റെ മാത്രമായി, എന്റെ പെണ്ണായി. ഭദ്രയുടെ ചൊടിയിൽ വേദന നിറഞ്ഞൊരു പുഞ്ചിരി മുട്ടിട്ടു. അമ്മയെ പറ്റി ശ്രീയമ്മയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രണയം ഉണ്ടായിരുന്നെന്നും താനൊരു അനാഥനാണെന്ന് കരുതുന്ന തറവാട്ടുകാർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ മേനോൻ കുടുംബം എന്നൊക്കെ. പക്ഷെ എല്ലാവരും ചേർന്ന് അച്ഛൻ ആ സർപ്രൈസ് കൊടുത്തല്ലേ. പാവം, അച്ഛനെ സഹായിക്കാൻ തയ്യൽ കട തുടങ്ങാനിരുന്ന അമ്മയ്ക്ക് അച്ഛനൊരുക്കി വെച്ച് ലോകം അറിയപ്പെടുന്ന ഒരു ഫാഷൻ കമ്പനിയാണ് നാഥ അപ്പാരൽസ്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അമ്മയാവുമായിരുന്നു അതിൻ്റെ അവകാശി. ശ്രീയമ്മ പറഞ്ഞ ഇതൊക്കെ എന്നെ അവിടെ എത്തിച്ച ശക്തിയോട് ഞാനിന്ന് കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ഒരുപാട് ഒരുപാട്. മുഖമുയർത്തി അവൾ ഭദ്രയെ നോക്കി. ആ നിമിഷം തന്നെ അവളുടെ മൂർധാവിൽ ചുണ്ടുകൾ ചേർത്ത് ഭദ്ര. കാണണ്ടേ അമ്മയ്ക്കെല്ലാം? അദ്ദേഹം കാണാത്തൊന്നും ഈ ഭദ്ര കാണില്ല കുഞ്ഞെ. ഭദ്രയെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. നാലുകെട്ടിന്റെ നടുമുറ്റത്തിന് ചുറ്റും മുറികളാണ്. അതിലൊന്നിലായി ദത്തൻ, ഒന്നിലായി കൽപ്പനയും ശശിധരനും, മറ്റൊന്നിൽ മായയും ലാവണ്യയും, വേറൊന്നിൽ മുകുന്ദൻ. വേറെ 1-2 മുറികളുണ്ട് താഴെ. കല്യാണം കഴിഞ്ഞ പിന്നെ മുകുന്ദന്റെ കൂടെ രാത്രി പോലും ലാവണ്യ കഴിഞ്ഞിട്ടില്ല. മുകുന്ദനും ദത്തനും എല്ലാ രാത്രികളിലും മദ്യപിച്ചാണ് തറവാട്ടിൽ എത്താറുള്ളത്. സ്വഭാവത്തിൽ രാത്രി തറവാട്ടിൽ തങ്ങാൻ എന്തോ ദത്തന് ധൈര്യം പോരാ. മുകുന്ദന് പിന്നെ അതൊക്കെ ശീലമാണ്. തറവാട്ടിൽ എല്ലാവരും ഉറക്കം പിടിച്ചതറിയേ ലാവണ്യ പതിയെ മുറിവിട്ടിറങ്ങി. നോക്കുമ്പോൾ കണ്ടു ഉമ്മറത്തെ വാതിൽ തുറന്നിടക്കുകയാണ്. കുടിച്ചു കൂത്താടി കയറി വരുന്ന മകനും സഹോദരനും വേണ്ടി കഥക് മലർക്കെ തുറന്നിട്ടതാണ് കൽപ്പന. ലാവണ്യ കഥ കടിച്ച് കുറ്റിയിടാനൊന്നും മെനക്കെട്ടില്ല. മെല്ലെ നടന്ന് മുകുന്ദന്റെ മുറിയിലേക്ക് ചെന്നു ലാവണ്യ. പതിവ് പോലെ രാത്രി എപ്പോഴോ വന്ന് കിടന്നാണ് മുകുന്ദൻ. ഉടുത്തിരുന്ന മുണ്ട് വരെ സ്ഥാനം മാറി അത്രയും ബോധമില്ലാതെ കട്ടിൽ കിടന്നുറങ്ങിയാണ് അവന്റെ ഒപ്പം കട്ടിൽ കയറി കിടക്കുമ്പോൾ ലാവണ്യയുടെ ശരീരം വല്ലാതെ വിറച്ചു. ചെയ്യുന്നത് തരംതാണ പരിപാടിയാണ്. ബോധമില്ലാത്തവൻ എങ്ങനെയും സ്വന്തമാക്കണമെന്നേ അവൾ അപ്പോൾ ചിന്തിച്ചുള്ളൂ. സ്വഭാവത്തോടെ തന്നെ ഉദ്ദേശം നടക്കില്ല. വിവാഹത്തിനു മുമ്പ് യഥേഷ്ടം തന്നെ മുറിയിൽ കയറിയിറങ്ങിയവനാണ്. ഇപ്പോൾ തന്നെ കാണുന്ന പോലും വെറുപ്പാണ്. അതും നീലാംബരി കാരണം. മുകുന്ദനിൽ തനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ പേരും പറഞ്ഞ് ഭാർഗവൻ നായരിൽ നിന്ന് കുറച്ച് സ്വത്ത് എഴുതി വാങ്ങാമെന്ന് കൽപ്പന അപ്പച്ചിയാണ് ഉപദേശിച്ചത്. ചെറുമകന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഭാർഗവൻ നായർ കൊടുക്കാതിരിക്കില്ല. തന്റെ ദേഹത്തു കൂടി എഴുതുന്ന എന്തോ ഉറക്കം കെടുത്തിയ നിമിഷം മുകുന്ദൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ലാവണിയുടെ കണക്കൂട്ടലുകൾ തെറ്റായിരുന്നു. മുകുന്ദൻ സ്വഭാവത്തിലാണെന്ന് ഇവരവൾ അറിഞ്ഞിരുന്നില്ല. പാതി നഗ്നയായി തന്റെ അടുത്ത് കിടക്കുന്നവളെ കണ്ണു കുറിപ്പിച്ച നോക്കി മുകുന്ദേട്ട പ്ലീസ് ഒച്ച വെക്കരുത്, എനിക്ക് പറ്റുന്നില്ല. മുകുന്ദേട്ട ഇങ്ങനെയായി നമ്മളിങ്ങനെ ജീവിക്കും. എന്നെ അംഗീകരിച്ചേ മതിയാവും. അവൾ ആ നീലാംബരി ഇപ്പം മറ്റൊരുവനും സ്വന്തം. അതുകൊണ്ട് അവളെ മുകുന്ദേട്ട പറഞ്ഞു കഴിഞ്ഞില്ല. മുകുന്ദന്റെ ഒരു അലർച്ചയായിരുന്നു. എഴുന്നേറ്റ് മാറി ശാമേ. ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റ് മുകുന്ദൻ. നാണയില്ലാത്ത നിനക്ക് എന്റെ കൂടെ കിടക്കാൻ എങ്ങനെ ധൈര്യം വന്നടി? അത്രക്കും മൂത്തു നിൽക്കുവാണെങ്കിൽ രാത്രി റോഡിൽ ഇറങ്ങി നിക്കടി. ലാവണിയുടെ മുടിക്കുത്തിൽ പിടിച്ച് കട്ടിൽ നിന്നും വലിച്ചിറക്കി മുറി തുറന്ന് പുറത്തേക്ക് എറിഞ്ഞു മുകുന്ദൻ. ചുറ്റിപ്പിടിച്ചിരുന്ന ചുരിദാർ ടോപ്പ് അവൾ വേഗത്തിൽ ധരിച്ചു. അസ്വസ്ഥമാക്കുന്ന എന്തോ കാതുകളിലേക്ക് തുളഞ്ഞു കയറുന്നതറിഞ്ഞ നിമിഷം നിലമെല്ലെ കണ്ണു തുറന്നു. വല്ലാത്തൊരു കുളിര്. ശരീരം മൊത്തത്തിൽ തണുത്ത് വിറയ്ക്കും പോലെ. മഴ പെയ്യുകയാണ്. ജനൽ തുറന്നു കിടക്കുന്നുണ്ട്. ജനൽ വലിച്ചടച്ച് കുറ്റിയിട്ട നിമിഷം മഴയുടെ ഇരമ്പൽ മാറി. പിന്നെ കേട്ടതൊരു നിലവിളി ശബ്ദമാണ്. എന്തോ വീഴുന്ന പോലൊരു ശബ്ദം, ഒരു തേങ്ങി കരച്ചിലും. അവൾ ഭദ്രയെ നോക്കി. നല്ല ഉറക്കമാണ്. മരുന്നിന്റെ ക്ഷീണത്തിൽ ഉറങ്ങുന്ന ഭദ്ര ഒരു തരത്തിലുള്ള ശബ്ദങ്ങളും കേൾക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. മുകുന്ദ, നീ താലിയിട്ടിയ പെണ്ണാലാവണ്യ. അവളെ നീ അംഗീകരിക്കാൻ പഠിച്ചേ മതിയാവൂ. മുറിക്ക് പുറത്ത് നാലുകെട്ടിന്റെ ഭാഗത്ത് നിലത്തായി കിടക്കുന്ന ലാവണിയെ നോക്കി ശശിധരൻ പറയുമ്പോൾ മുകുന്ദൻ അയാൾക്ക് നേരെ നിന്ന് ചീറി. അംഗീകരിക്കാം. നീലാംബരി എന്റെ മുറിയിലേക്ക് പറഞ്ഞുവിട്. ആ ഒരു രാത്രി കഴിഞ്ഞാൽ ഇവൾ അംഗീകരിക്കാം. പോരെ? അല്ലാതെ പാത്തും പതുങ്ങി എന്റെ കൂടെ കയറി കിടക്കാൻ ഇവൾ ശ്രമിച്ചാ കൊന്നുകളയും ഞാൻ. മുകുന്ദന്റെ സംസാരം കേട്ട മായ അവന് വെറുപ്പോടെ നോക്കിയ ശേഷം ലാവണിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു രാത്രിയോ? ആര് കിട്ടിയാലും 1 മിനിറ്റ് തേച്ച് വേണ്ടാത്ത തനിക്കെന്തിനാണോ നീലാംബരി? അലമാരിൽ വെച്ച് പൂട്ടാനോ? ഡീ മായക്ക് നേരെ ചീറിയെടുത്ത് മുകുന്ദൻ. നിന്നെയൊക്കെ കാണുന്ന എനിക്ക് അറപ്പാടി. ആ നിന്റെയൊക്കെ കൂടെ ഈ മുകുന്ദൻ അങ്ങനെ കാണിക്കൂ. മായയുടെയും മുകുന്ദനെയും സംസാരം കേട്ട് ഞെട്ടിയത് കൽപ്പനയും ശശിധരനുമാണ്. ദത്തിനൊരു കൂസലുമില്ലായിരുന്നു. ഇത്രയും നാൾ നീ രണ്ടിടത്തിന് വെച്ചോണ്ടിരിക്കായിരുന്നോ? പറയടാ, പറയാൻ. കൽപ്പന ഒച്ചയെടുത്തു. എന്നെ പൊന്നപ്പച്ചി, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കല്ലേ. ആ പറഞ്ഞ കാര്യത്തിന് മിനിമം ആത്മാർത്ഥ വേണം. നിങ്ങളുടെ മോനെ ഒരു പെണ്ണേട്ടാളെ കഴിപോലും ഇല്ല. പിന്നെ ആ 2. അതുകൊണ്ടല്ലേ ലാവണിയെ കിട്ടി 2 മാസം കഴിയാറായിട്ടും ഇയാൾ അവൾ അടുപ്പിക്കാത്ത കഴിവ് കേട്ടവൻ.
ഇടയ്ക്കിടയ്ക്ക് മായിക്കാരുമറ മുകുന്ദനെ താഴ്ത്തി കിട്ടുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അങ്ങനെയെങ്കിലും വാശികേറി ലാവണ്യെ മുകുന്ദൻ അംഗീകരിക്കണം. ദത്തൻ മുഖം കുനിച്ച് നിന്നേയുള്ളൂ. മരുമോൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മാമന് സ്വന്തം മകളുടെ കണ്ണുനീരിന്റെ വില എങ്ങനെ മനസ്സിലാവാനാണ്? അപ്പോഴേക്കും മുറി തുറന്ന് നീലാംബരി പുറത്തേക്ക് വന്നിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവളൊന്ന് പകച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.